Hello, good evening. Shabarimala Sri Dharmashastra Temple Special Provisions Bill 2019 അവതരിപ്പിക്കപ്പെടാൻ പോകുന്നു. സ്വകാര്യ ബില്ലായി വെള്ളിയാഴ്ച ബിൽ അവതരിപ്പിക്കും. ചർച്ചയ്ക്കെടുക്കുക നറുക്കുവീണാൽ 12-ാം തീയതി 25-ാം തീയതി വരെ കാത്തിരിക്കാം. വിശ്വാസികൾക്ക് ഈ സമ്മാനം നൽകുന്നത് സ്വകാര്യ ബില്ലായി ഇത് അവതരിപ്പിക്കുന്നത് NK പ്രേമചന്ദ്രൻ ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ സ്വകാര്യ ബിൽ കൊണ്ടുവരുമ്പോൾ എന്ത് നിലപാടെടുക്കും BJP, എന്ത് നിലപാടെടുക്കും ഇടതുമുന്നണി, എന്ത് നിലപാടെടുക്കും CPM, എന്ത് നിലപാടായിരിക്കും നിലവിൽ RSS അടക്കമുള്ള സംഘടനകൾ എടുക്കുക? ഈ സ്വകാര്യ ബില്ലിനെ അനുകൂലിക്കുമോ? ഇന്ന് വാർത്തകൾ വിശദമായി ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. എനിക്കൊപ്പം വിജയകുമാർ കൂടി ചേരുന്നു. വാർത്തകൾ വിശദമായി ആരംഭിക്കുന്നു. ശബരിമല വിഷയത്തിൽ സ്വകാര്യ ബില്ലിനോട് BJPയുടെയും CPMന്റെയും പ്രതികരണം എന്തായിരിക്കും? വാർത്തകൾ വിശദമായി ശബരിമല വിഷയത്തിൽ UDF വാഗ്ദാന പ്രകാരമാണ് സ്വകാര്യ ബിൽ അവതരിപ്പിക്കുന്നതെന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ബില്ലിന്റെ ഭാവി BJPയുടെ കയ്യിലാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. BJP ആകട്ടെ പ്രേമചന്ദ്രന്റെ നീക്കത്തോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ചില വാർത്തകൾ വരുന്നുണ്ട് വിജയകുമാർ. കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഈ സ്വകാര്യ ബില്ലിനെ രാഷ്ട്രീയം മറികടന്നും പിന്തുണയ്ക്കണം എന്ന നിലപാടാണ്. സ്ഥിരീകരിച്ചിട്ടില്ല ആ വാർത്തകൾ. എന്തായാലും നമുക്ക് ആ വാർത്ത ലഭിച്ചിട്ടില്ല. റിപ്പോർട്ട് കാണാം. ശബരിമല വിഷയത്തിൽ വിശ്വാസ സംരക്ഷണത്തിന് നിയമം കൊണ്ടുവരുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രത്തിൽ മോദിയുടെ രണ്ടാം ഊഴം തുടങ്ങിയപ്പോൾ തന്നെ ശബരിമല വിഷയത്തിൽ സ്വകാര്യ ബില്ലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലം MP NK പ്രേമചന്ദ്രൻ. ഈ ബില്ലിനോട് കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും നിലപാട് എന്താകുമെന്നതാണ് ശ്രദ്ധേയം. ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ BJP ഇപ്പോൾ മിണ്ടുന്നില്ലെന്ന് NK പ്രേമചന്ദ്രൻ. കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം പാർലമെൻറ്റ് സെഷൻ ഉണ്ടായി. ശബരിമല പ്രശ്നം ഉണ്ടായതിന് ശേഷം പാർലമെൻറ്റിൻ്റെ സെഷൻ വീണ്ടും ചേർന്നപ്പോഴും അവർ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ നിയമനിർമ്മാണത്തിന് BJP ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. സ്വകാര്യ ബില്ലല്ല, കേന്ദ്ര സർക്കാരാണ് ബിൽ കൊണ്ടുവരേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ. ഒന്നാമത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലാണ്. അതിന് ഒരു രൂപത്തിലുമുള്ള പ്രസക്തിയില്ല. അത് സച്ച് ഗവൺമെൻറ് അംഗീകരിച്ച് ഗവൺമെൻറ് ബില്ല് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പറയുക. ബില്ലിന്റെ ഭാവി BJPയുടെ കയ്യിലെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഭാരതീയ ജനതാ പാർട്ടിക്ക് ചരിത്രത്തൊരിക്കലുമില്ലാത്ത ഭൂരിപക്ഷം ഉണ്ടായ ഒരു സഭയാണ് ഈ സഭ. അവരിലാണ് അന്തിമമായിട്ട് ഈ ബില്ലിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടാൻ പോകുന്നതെന്ന് മാത്രം ഞാൻ പറയുന്നു. സ്വകാര്യ ബില്ലുകൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കാറില്ല എന്നതാണ് കീഴ്വഴക്കം. വെള്ളിയാഴ്ച ബിൽ അവതരണത്തിന് പ്രേമചന്ദ്രന് അവസരം നൽകിയിട്ടുണ്ട്. ബില്ലിന്മേൽ ചർച്ചയ്ക്ക് സമയമെടുത്തേക്കും. ശബരിമല ബിൽ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം പ്രേമചന്ദ്രന്റെ ബിൽ അവതരണ വേളയിൽ കേന്ദ്ര സർക്കാർ നടത്തുമോ എന്നതും ശ്രദ്ധേയം. 24 തിരുവനന്തപുരം. പ്രേമചന്ദ്രൻ കൊണ്ടുവരുന്ന സ്വകാര്യ ബില്ലിനെ വിജയകുമാർ ഈ ഘട്ടത്തിൽ BJP പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു സ്വകാര്യ ബില്ലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ബില്ലിനെ BJP ഗവൺമെന്റ് ആ രീതിയിൽ അംഗീകരിക്കുക നിലവിലുള്ള ഒരു രാഷ്ട്രീയമായ തന്ത്രമായിരിക്കില്ല. ബില്ലിന്റെ പ്രൊവിഷൻസിനോട് BJPക്ക് താല്പര്യമുണ്ടെങ്കിൽ BJP സ്വകാര്യ ബില്ലിനെ ഏറ്റെടുക്കുകയും ഗവൺമെന്റ് അതൊരു ബില്ലായിട്ട് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതായിരിക്കും. അതോടൊപ്പം ശ്രദ്ധേയമായ ഒന്നാണ് എന്തായിരിക്കും ഈ കാര്യത്തിൽ CPMന്റെ നിലപാട്. AK ബാലൻ പറഞ്ഞത് സ്വകാര്യ ബില്ല് സർക്കാർ ബില്ലായിട്ട് കൊണ്ടുവരുന്ന സമയത്തിൽ പ്രതികരിക്കാമെന്നാണ്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. ഈ ബില്ല് സ്വകാര്യ ബില്ലായിട്ടല്ല അവതരിപ്പിക്കേണ്ടത്, ഔദ്യോഗികമായിട്ടാണ്. എങ്കിൽ മാത്രമേ വിശ്വാസികൾക്ക് നിയമപരമായ പരിരക്ഷ കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സർക്കാർ ബില്ലായി വരണം എന്നാണ് കടകംപള്ളി സുരേന്ദ്രനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ബില്ല് അവതരണ വേള വരെ, അതിൻ്റെ ചർച്ചാ ഘട്ടം വരെ കാത്തിരിക്കേണ്ടി വരും BJPയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണെന്നറിയാൻ. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിൽ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച ഒരു വിഷയമാണ്. സുപ്രീം കോടതിയിൽ ഒരു കേസിൻ്റെ കൂടി വിധി വരാനിരിക്കുന്നുണ്ട്. അവധിക്കാലത്തിന് ശേഷം സുപ്രീം കോടതി റീഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ വിധി കൂടി വരുമായിരിക്കാം. അങ്ങനെയാണ് വിജയകുമാർ. നമുക്ക് ഇപ്പോൾ ഈ ബിൽ അവതരിപ്പിക്കാൻ പോകുന്ന MP NK പ്രേമചന്ദ്രൻ നമുക്കൊപ്പമുണ്ട് ഡൽഹിയിൽ. നേരിട്ട് തന്നെ NK പ്രേമചന്ദ്രനോട് നമുക്ക് ഈ വിഷയം സംസാരിക്കാം. NK പ്രേമചന്ദ്രൻ, വിശ്വാസികൾക്ക് നിയമപരിരക്ഷ നൽകുന്ന രീതിയിൽ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു. വിശ്വാസികളേറെ വിശ്വാസത്തോടു കൂടി തന്നെ ഈ ബില്ലിനെ നോക്കിക്കാണുന്നു. പക്ഷേ അപ്പോഴും അതൊരു സ്വകാര്യ ബില്ലാണ്. സ്വകാര്യ ബില്ലുകൾ സർക്കാർ ഏറ്റെടുക്കാതെ കില്ല് ചെയ്യപ്പെടുന്നതാണ് പതിവ്. നിലവിൽ ഈ സ്വകാര്യ ബിൽ അവതരിപ്പിക്കുമ്പോൾ എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? സ്വകാര്യ ബില്ലും സ്വകാര്യ പ്രമേയവും അംഗങ്ങളുടെ
മൗലികമായിട്ടുള്ള അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളാണ്. ഞാൻ നേരത്തെ അവർ പറഞ്ഞത് കേട്ടില്ല, പക്ഷെ നിങ്ങൾ കമന്റ് ചെയ്യുന്നത് കേട്ടു. 2 മന്ത്രിമാർ, നിയമമന്ത്രിയും സംസ്ഥാനത്ത് ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയും പറഞ്ഞതായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്വകാര്യ ബില്ലായാൽ പിന്തുണയ്ക്കില്ല, ഗവൺമെന്റ് ബില്ലായാൽ മാത്രമേ പിന്തുണയ്ക്കൂ. അത് നിയമനിർമ്മാണത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ടാണ്. പാർലമെന്റിൽ, നിയമസഭയിൽ സ്വകാര്യ ബില്ലായാലും ഗവൺമെന്റ് ബില്ലായാലും ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പർട്ടി ഓഫ് ദ ഹൗസ് ആണ്. പ്രേമചന്ദ്രൻ, ഒരു ചെറിയൊരു കറക്ഷൻ ഞാൻ വരുത്തിക്കൊള്ളട്ടെ. AK ബാലൻ പറഞ്ഞത് സ്വകാര്യ ബില്ലാണ് ഇത്, ഗവൺമെന്റ് ബില്ല് അവതരിപ്പിക്കട്ടെ, അപ്പോൾ പ്രതികരിക്കാമെന്നാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് സ്വകാര്യ ബില്ല് കൊണ്ട് കാര്യമില്ല, ഗവൺമെന്റ് ബില്ലായി തന്നെ ഇത് വരണം, ഗവൺമെന്റ് ബില്ലായി വന്നാൽ മാത്രമേ വിശ്വാസികൾക്ക് നിയമപരമായ പരിരക്ഷ നൽകുകയുള്ളൂ. ഈ നിലപാടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്. ആ നിലപാട് ഏറ്റവും വിചിത്രമായിട്ടുള്ള നിലപാടാണ്. ഒരു ബില്ല് സഭയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഓരോ പാർട്ടികളും അവരുടെ നിലപാട് വ്യക്തമാക്കണ്ടേ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം? അത് സ്വകാര്യ വ്യക്തി കൊണ്ടുവന്നാലും അത് സ്വകാര്യ വ്യക്തി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സഭയുടെ പ്രോപ്പർട്ടിയാണ്. അതാണ് ഞാൻ പറയുന്നത്, ഇറ്റ് ഈസ് പ്രോപ്പർട്ടി ഓഫ് ദ ഹൗസ്. ആ ബില്ല് പിന്നെ വ്യക്തിയുടെ ബില്ലല്ല, അത് സഭയുടെ പ്രോപ്പർട്ടിയാണ്. ലോക്സഭയിൽ പെൻഡിങ് ആയിട്ടുള്ള ഒരു ബില്ലാണ്. അത് സ്വകാര്യ ബില്ലായിക്കൊള്ളട്ടെ, ഗവൺമെന്റ് ആ കണ്ടന്റിനോട് വിയോജിക്കാം. ആ ബില്ലിന്റെ ഉള്ളടക്കത്തോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഗവൺമെന്റ് ബില്ലായാലും സ്വകാര്യ ബില്ലായാലും പാസ്സായാൽ രണ്ടിനും ഒരേ എഫക്റ്റാണ്. ബഹുമാനപ്പെട്ട മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതായി കേട്ടു, സ്വകാര്യ ബില്ലാണെങ്കിൽ പിന്തുണയ്ക്കാൻ കഴിയില്ല, ഗവൺമെന്റ് ബില്ലാണെങ്കിൽ ആ ബില്ല് പാസ്സായാൽ എന്ത് ചെയ്യും? പിന്നെ സ്വകാര്യ ബില്ലുകൾ സഭയിൽ പാസ്സാകാറില്ല എന്ന് പറയുന്നത് തന്നെ തെറ്റായിട്ടുള്ള വസ്തുതയാണ്. കാരണം 16ാം ലോക്സഭയുടെ കാലയളവിലാണ് രാജ്യസഭയിൽ DMK അംഗം D. ശിവ അവതരിപ്പിച്ച ട്രാൻസ്ജെൻഡേഴ്സ് ബില്ല് രാജ്യസഭയിൽ പാസ്സായി. രാജ്യസഭയിൽ പാസ്സായത് ഗവൺമെന്റ് കൂടി സപ്പോർട്ട്, ഐകകണ്ഠേന പാസ്സായി, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത് അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത സഭയിൽ വേണമെങ്കിൽ വാദത്തിന് പറയാൻ പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് യുനാനിമസ് ആയി ട്രാൻസ്ജെൻഡേഴ്സ് ബില്ല് പാസ്സാക്കി. അത് നേരെ ലോക്സഭയിൽ വന്ന് ലോക്സഭയിൽ അവതരണ എനിക്കാണ് അന്നും ലഭിച്ചത്. നിർഭാഗ്യവശാൽ അവതാരകന്റെ പേരുകാരനായിരുന്ന അദ്ദേഹം രാജിവെച്ച് പോയതുകൊണ്ട് ആ ബില്ല് ലാപ്സായി. പക്ഷേ ഗവൺമെന്റ് പകരം ബില്ല് കൊണ്ടുവന്നു. ട്രാൻസ്ജെൻഡേഴ്സ് ബില്ല് ലോക്സഭയിൽ ഗവൺമെന്റ് ഒഫീഷ്യൽ ബില്ലായി കൊണ്ടുവന്ന് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കാൻ പ്രചോദനവും പ്രേരണയുമായി മാറിത്തീർന്നത് D. ശിവ അവതരിപ്പിച്ച സ്വകാര്യ ബില്ല് രാജ്യസഭ പാസ്സാക്കിയതിന്റെ പേരിലാണ്. അപ്പൊ സ്വകാര്യ ബില്ലിന് ഇമ്പാക്ട് ഇല്ല, ഇമ്പോർട്ടൻസ് ഇല്ല, സിഗ്നിഫിക്കൻസ് ഇല്ല എന്ന മന്ത്രിമാരുടെ വാദം ഒരു തരത്തിലും ശരിയല്ല. ബില്ലിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചാണ് പാർട്ടികൾ അതാണ് ശരിയാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. ബില്ലിന്റെ ഉള്ളടക്കത്തോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്താണ് എന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ, അതാണ് നിർണായകവും. അത് സംബന്ധിച്ചു പക്ഷേ താങ്കൾ ഇന്ന് ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് BJP ആണ് ഈ ബില്ലിന് ഏറ്റവും വലിയ ഭീഷണി, ഈ ബില്ല് ഒരു പക്ഷേ അട്ടിമറിക്കപ്പെട്ടാൽ അതിന് BJP ആയിരിക്കും ഉത്തരവാദി എന്ന നിലയിൽ താങ്കൾ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. എന്താണ് അത്തരം ഒരു പ്രസ്താവനയ്ക്ക് കാരണം? BJP ഈ ബില്ല് അവതരിപ്പിക്കുന്നതിനോട് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നാഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ BJPയുടെ മനസ്സറിയാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? ഇതേവരെ ഭിന്നാഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. അവർ അഭിപ്രായം പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. അതെ, കാരണം സംസ്ഥാനത്ത് വിശ്വാസപരമായിട്ടുള്ള ഒരു വിഷയത്തെ ഏറ്റവും കൂടുതൽ സംഘർഷാത്മകമായ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തിയ ഒരു പാർട്ടി ശബരിമല വിശ്വാസപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ സെപ്റ്റംബർ 1 മുമ്പ് നിലനിന്നത് പോലെ നിലനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കാനുള്ള അനുമതി നിയമമന്ത്രാലയത്തിന്റെ കൂടി അനുമതിയോടുകൂടി അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്ന ഒരു ബില്ലിന്മേൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും അഭിപ്രായം എന്ത് എന്ന് അറിയാനുള്ള കൗതുകം, താല്പര്യം സ്വാഭാവികമായും വിശ്വാസ സമൂഹത്തിനുണ്ട്. ആ അഭിപ്രായം അവർ പ്രകടിപ്പിക്കുന്നില്ല. വേണ്ട, ഗവൺമെന്റ് ഔദ്യോഗികമായി പ്രകടിപ്പിക്കാൻ ബില്ല് കൺസിഡർ ചെയ്യുമ്പോൾ മാത്രം പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ വേണമെങ്കിൽ ഗവൺമെന്റിനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ആ കാര്യത്തിൽ ഗവൺമെന്റിന്റെ നിലപാട് പറയാം. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നു, ഒരു പുതിയ നിയമനിർമ്മാണത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുന്നു, അതുകൊണ്ട് ഈ ബിൽ ഇപ്പോൾ തൽക്കാലം പരിഗണനയ്ക്ക് എടുക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കാം. സാങ്കേതികമായിട്ടുള്ള തടസ്സവാദങ്ങൾ ഗവൺമെന്റ് ഉന്നയിക്കാം. കാരണം ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ ഇപ്പോ നിലവിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്തുന്നത് ശരിയല്ല എന്ന സാങ്കേതികമായിട്ടുള്ള തടസ്സവാദം പറയാം. ഏതായാലും ഈ കാര്യത്തിൽ പക്ഷേ ശ്രീ പ്രേമചന്ദ്രൻ, അതൊരു സാങ്കേതിക തടസ്സവാദമാണോ? അതൊരു പ്രധാനപ്പെട്ട സംഗതി തന്നെയല്ലേ? സുപ്രീം കോടതി അന്തിമമായി തീർപ്പ് കൽപ്പിച്ചു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഒരു കൂട്ടം പെറ്റീഷൻ തീരുമാനമെടുക്കാൻ കോടതി വാദം കഴിഞ്ഞ് മാറ്റിവെച്ചിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഒരു ബില്ല്, അത് സ്വകാര്യ ബില്ല് ആയിക്കൊള്ളട്ടെ, അത് ആ നിലയിൽ സാങ്കേതിക തടസ്സം മാത്രമല്ലല്ലോ, അതൊരു പ്രധാനപ്പെട്ട തടസ്സം തന്നെയല്ലേ നിയമനിർമ്മാണ സഭയെ സംബന്ധിച്ചിടത്തോളം?
അപ്പൊ സ്വാഭാവികമായും ഒരു ലെജിസ്ലേറ്റീവ് കോമ്പീറ്റൻസിന്റെ ഡിസ്കഷൻ വരട്ടെ. ആ ഡിസ്കഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ആ പോയിന്റ്സ് പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, അപ്പോഴും ഈ 5 അംഗ വിധിയെ മറികടക്കുന്ന രീതിയിൽ ഒരു ബില്ല് നമുക്ക് പാസ്സാക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോഴും ജുഡീഷ്യൽ റിവ്യൂ അവിടെ തന്നെയുണ്ട്, ആർട്ടിക്കിൾ 13 അവിടെ തന്നെയുണ്ട്. അതിന്റെ പരിരക്ഷ അതിനെ മറികടക്കാൻ കഴിയില്ലല്ലോ. ഈ സ്വകാര്യ ബില്ല് ഒരു നിയമമായി അവതരിപ്പിക്കപ്പെട്ടു വന്നാൽ പോലും അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒരു ചട്ടവും ഈ പരിരക്ഷയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അതിനെ മറികടക്കാൻ കഴിയാതെ വരുമ്പോൾ വീണ്ടും സുപ്രീം കോടതി അത് റദ്ദു ചെയ്യുന്നു. സമാന സ്വഭാവത്തിലുള്ള നിരവധി ബില്ലുകൾ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ ബിൽ. വീണ്ടും സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തു. ഗോപീശൻ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ നാഷണൽ എലിജിബിലിറ്റി എൻട്രാൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട്, നീറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, പാർലമെന്റ് പ്രത്യേകമായിട്ടുള്ള നിയമം ശ്രീ അരുൺ ജെയ്റ്റ്ലി മുൻകൈ എടുത്തുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്തി. ആ നിയമനിർമ്മാണം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കേരള നിയമസഭ മുല്ലപ്പെരിയാർ വിഷയത്തിന്മേൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട 3 അംഗ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി 152 അടിയായി മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം കേരള നിയമസഭ CPM-ഉം കോൺഗ്രസും UDF-ഉം LDF-ഉം കൂടി ചേർന്ന് നിയമനിർമ്മാണം നടത്തി. ആ നിയമനിർമ്മാണവും ഇതുപോലെ തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ആ നിയമനിർമ്മാണവും മൗലികാവകാശ ലംഘനം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ചൂണ്ടിക്കാട്ടി റദ്ദാക്കപ്പെട്ട ഒരെണ്ണവുമായി നമുക്ക് മുല്ലപ്പെരിയാറിനെ കമ്പയർ ചെയ്യാൻ കഴിയുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. മൗലികാവകാശ ലംഘനമായാലും ഏത് ലംഘനമായാലും സുപ്രീം കോടതിയുടെ വിധി ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ്. അതാണ് പൊതു നയം, പൊതു നിലപാട്. സുപ്രീം കോടതിയുടെ വിധി മൗലികാവകാശത്തിന് ഒരു പ്രത്യേകതയും മറ്റൊരു അവകാശത്തിന് അല്ലല്ല. പക്ഷേ പ്രശ്നം അവിടെയല്ല. ജുഡീഷ്യൽ റിവ്യൂവിന്റെ കാര്യത്തിൽ ഇത് ബാധകമാണ്. മൗലികാവകാശമാണെങ്കിൽ പാർട്ട് 3യിൽപ്പെട്ട ഒരു പ്രൊവിഷൻ, ഇവിടെ പാർട്ട് 3യെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് 5 അംഗ ബെഞ്ച് ഈ കേസിൽ വിധി പറഞ്ഞത് സെപ്റ്റംബർ 28-ാം തീയതി. അതുകൊണ്ട് തന്നെ അതിനെ മറികടന്നുകൊണ്ട് വരുന്ന ഒരു നിയമം അപ്പോഴും അതേ മൗലികാവകാശത്തെ ലംഘിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന ആ പഴയ വാദം പ്രസക്തമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിന്റെ ലെജിസ്ലേറ്റീവ് കോമ്പീറ്റൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർലമെന്റ് ചർച്ച ചെയ്യണം. ശരിയാണ്. ഞാനിപ്പോൾ വരാം. നമുക്ക് മറ്റു 2 രാഷ്ട്രീയ കക്ഷികളുടെയും അഭിപ്രായങ്ങൾ കൂടി തേടണം. നമ്മളോടൊപ്പം പി ചിത്രരഞ്ജൻ ചേരുന്നുണ്ട്, ഒപ്പം തന്നെ സന്ദീപ് വചസ്പതിയും ചേരുന്നുണ്ട്, BJP പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന്. സന്ദീപ്, സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. വെള്ളിയാഴ്ച ഈ ബിൽ അവതരണത്തിനെടുക്കുമ്പോൾ 25-ാം തീയതി നറുക്കെടുപ്പ് നടത്തി 12-ാം തീയതി ചർച്ചയ്ക്കെടുക്കുമ്പോൾ BJP പ്രേമചന്ദ്രൻ അവതരിപ്പിക്കുന്ന വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന ശബരിമല ശ്രീധർമ്മശാസ്ത്ര ടെമ്പിൾ സ്പെഷ്യൽ പ്രൊവിഷൻസ് ബിൽ 2019-നെ അനുകൂലിക്കുമോ? അല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരനും നിയമത്തിൻ്റെ മർമ്മമറിയുന്ന ഒരു നിയമജ്ഞനുമൊക്കെയാണ്. പക്ഷേ വളരെ ഖേദത്തോടു കൂടി പറയട്ടെ, ഈ സ്വകാര്യ ബില്ല് എന്ന് പറയുന്നത് വെറും ഒരു ഐവാഷർ അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു ഗ്യാലറികൾക്ക് വേണ്ടി കളിക്കുന്ന ഒരു നടപടി എന്നതിനപ്പുറത്തേക്ക് അതിനെന്തെങ്കിലും ഒരു ലീഗൽ സാങ്ക്ടിറ്റിയോ അതല്ല എങ്കിൽ ലീഗൽ സാങ്ക്ടിറ്റി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അല്ലാതെ നമുക്കൊരു പ്രീസിഡൻസ് വെച്ച് നോക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആകെ എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് പറഞ്ഞാൽ ആകെ 14 പ്രൈവറ്റ് ബില്ലുകളാണ് നിയമമായി മാറിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ 45 ഏറ്റവും അവസാനമായി 14 എണ്ണം മാറിയിട്ടുണ്ട് സന്ദീപ്. അതെ, 14 എണ്ണം. അതെ, ഞാനതാണ് പറഞ്ഞത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാകെ 14 സ്വകാര്യ ബില്ലുകളാണ് നിയമമായി മാറിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ അവസാനമായി ഒരു സ്വകാര്യ ബില്ല് നിയമമാകുന്ന 1970-ലാണ്. കഴിഞ്ഞ ലോകസഭയുടെ കാലത്തും ഒരു പ്രൈവറ്റ് ബില്ല്, എനിക്ക് തോന്നുന്നു ട്രാൻസ്ജെൻഡേഴ്സിന്റെ അവകാശവുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് രാജ്യസഭ കടന്നിട്ടുണ്ട്. പക്ഷെ അതിപ്പോഴും ലോകസഭ ചർച്ചയ്ക്കെടുക്കുകയോ അത് പാസ്സാക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ലോകസഭയിലെ MP-മാരുടെ സത്യപ്രതിജ്ഞ പോലും കഴിഞ്ഞില്ല. ലോകസഭ അതിൻ്റെ പ്രൊസീഡിങ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഇത്ര തിടുക്കത്തിൽ, ഇത്ര ആവേശത്തിൽ ഇങ്ങനെ ഒരു പ്രൈവറ്റ് ബില്ല് കൊണ്ടുവരുന്നതിന്റെ സാങ്കത്യം, അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ആളല്ല. അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. അതായത് BJP-യെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിൽ ആകെ ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിച്ച ഒരു കാര്യമാണ് ശബരിമല. കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കേണ്ടി വരുമല്ലോ. ഒരു നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ ഫ്ലോറിൽ നിങ്ങൾക്ക് ഒരു കാര്യം വിശദീകരിക്കേണ്ടി വരുമല്ലോ. ഈ ബില്ലിനോട് ഇതൊരു ഗവൺമെന്റ് ബില്ലായി വരുമോ വൈകാതെ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ അതിനെ BJP പിന്തുണയ്ക്കുന്നില്ല? ഇതൊക്കെ വിശദീകരിക്കേണ്ടി വരില്ലേ ആ ഘട്ടത്തിൽ? അതാണ് ചോദ്യം. അല്ല, അത് ആ ഘട്ടം വരുമ്പോഴല്ലേ. കാരണം ഇത് ചർച്ചയ്ക്ക് എടുക്കുക എന്നൊരു പ്രാഥമിക കടമ്പ ഇത് കടക്കണമല്ലോ.
അവതരിപ്പിച്ചു അല്ലല്ല എന്നതുകൊണ്ട് സന്ദീപ്, മാത്രം ഇത് അവിടെ ഒരു പ്രശ്നമുണ്ട്. പാർലമെന്റിൽ അവിടെ ശ്രീ ചർച്ചയ്ക്ക് പ്രേമചന്ദ്രൻ എടുക്കണമെന്നില്ലല്ലോ. പറഞ്ഞതുപോലെ 3 സാധ്യതകളാണ്. ഈ 3 സാധ്യതകളിൽ ഏതിനായിരിക്കും കൂടുതൽ സാധ്യത എന്ന് താങ്കൾ പറഞ്ഞാൽ മതി. ഒന്ന്, ഈ ബില്ലിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബില്ല് കില്ല് ചെയ്യപ്പെടാം. നിലവിൽ ആ സാങ്കേതിക തടസ്സങ്ങൾ മറികടന്നിട്ടുണ്ട്. കാര്യം നിയമ മന്ത്രാലയത്തിന്റെ കൂടെ അനുമതി കിട്ടിയതിന് ശേഷമാണ് ബില്ല് അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. എല്ലാ അംഗങ്ങൾക്കും അത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയും അതിനുണ്ടാവുന്നില്ല. അതുകൊണ്ട് നിയമപരമായ സാങ്കേതിക തടസ്സം അവിടെയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ സ്വകാര്യ ബില്ലിനെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ഇതേ കണ്ടന്റോട് കൂടി സർക്കാർ സമഗ്രമായ ഒരു ബില്ലോട് അവതരിപ്പിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഈ സ്വകാര്യ ബില്ല് ഇപ്പോൾ അവതരിപ്പിക്കേണ്ടതില്ല എന്ന് പറയുമോ, അതല്ല ഇതിന്റെ കണ്ടന്റിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുമോ? അല്ല, ഇപ്പം അതിന്റെ ഉദ്ദേശശുദ്ധിയെയോ കണ്ടന്റിനെയോ നമ്മൾ എതിർക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്തോ കേരളത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം കേരളത്തിലെ വിശ്വാസികൾക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി വിശ്വാസികളോടൊപ്പം ഉണ്ടാകുമെന്നും വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ഒരു നീക്കവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ഉറപ്പ് നമ്മുടെ മുൻപിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബില്ലിനെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത് സന്ദീപ്? ഉറപ്പ് അങ്ങനെയാണെങ്കിൽ ബില്ലിനെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്? എനിക്ക് കേൾക്കണില്ല നിങ്ങൾ സന്ദീപ്. അങ്ങനെയാണെങ്കിൽ ഈ ബില്ലിനെ പിന്തുണയ്ക്കണോ? അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഇതൊരു സ്വകാര്യ ബില്ലായി വന്ന് പിന്തുണയ്ക്കേണ്ട ആവശ്യമല്ലല്ലോ. അത്തരത്തിലുള്ള ഘട്ടത്തിലേക്ക് പോയില്ലല്ലോ. സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂവിൽ നിൽക്കുന്ന ഒരു ഐറ്റം ഇത്ര തിടുക്കപ്പെട്ട് ഒരു സ്വകാര്യ ബില്ല് പോലെയുള്ള ഒരു കാര്യത്തിൽ കൂടി അല്ലല്ലോ ഇത് കൊണ്ടുവരേണ്ടത്. ഒരിക്കൽ കൂടി പറയൂ. സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂവിൽ പെട്ടിരിക്കുന്ന ഈ കാര്യത്തെ കുറിച്ചാണ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സംസാരിച്ചത്. നിയമപരമായി ഇതിനെ നിയമസംരക്ഷണം നൽകുമെന്ന് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത് വിജയകുമാർ അങ്ങനെ തന്നെയല്ലേ? അതെ അതെ, ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം ആവശ്യമെങ്കിൽ ഭരണഘടനാ പരിധിക്കുള്ളിൽ നിന്ന് നിയമനിർമ്മാണത്തിന് തയ്യാറാണെന്നാണ് സർക്കാർ നരേന്ദ്രമോദി പ്രസംഗിച്ചത്. തീർച്ചയായിട്ടും. അത് എപ്പോഴാണ് ഭരണഘടനാ റിവ്യൂ അല്ലെങ്കിൽ ഭരണഘടനയുടെ ഭേദഗതി എന്നുള്ളത് എപ്പോഴാണ്? അതൊരു ലാസ്റ്റ് റിസോർട്ട് എന്ന നിലയിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതാണ് പറഞ്ഞത്. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ നമുക്കറിയാം സുപ്രീം കോടതിയിൽ വേനൽക്കാല അവധിയാണ്. അവധിക്കു ശേഷം സുപ്രീം കോടതി വീണ്ടും ചേരുമ്പോൾ ഈ കേസ് വരുമോ ഇല്ലയോ നമുക്കതിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഏറ്റവും അടുത്ത് തന്നെ സുപ്രീം കോടതിയുടെ ഇതിൽ റിവ്യൂവിന്റെ തീരുമാനം പുറത്തു വരുമല്ലോ. സന്ദീപിലേക്ക് കൂടി തിരിച്ചു വരാം. എനിക്ക് വളരെ പെട്ടെന്ന് ശ്രീ എൻ കെ പ്രേമചന്ദ്രന്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ എടുത്താൽ കൊള്ളാം. അതിനുശേഷം ഞാൻ രാഹുൽ ഈശ്വറിലേക്ക് വരാം. നിരവധി ആളുകളെ നമ്മൾ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. CPM-ന്റെ പ്രതികരണം അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് കരുതുന്നു. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, BJP-യുടെ പ്രതിനിധി ഇപ്പോൾ പറയുന്നത് ഇതൊരു സ്വകാര്യ ബില്ലായി ഇത്ര തിടുക്കപ്പെട്ട് കൊണ്ടുവന്നത് ഒരു ഐവാഷ് എന്ന രീതിയിലാണ്. ഇതിൽ കാര്യമായ കഴമ്പൊന്നുമില്ല, സർക്കാർ കൊണ്ടുവരും സമഗ്രമായ രീതിയിൽ, ഇത് ഇവിടെ വെച്ച് അവസാനിക്കുമെന്നാണ് സന്ദീപ് വചസ്പതി പോലെയുള്ള BJP പ്രതിനിധികൾ പറയുന്നത്. ഒരു ഐവാഷാണോ ഇത്? എനിക്ക് ഇത്രയും ബാലിശമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. ഒരു ലെജിസ്ലേറ്ററുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പൺസിലൊന്നാണ് പ്രൈവറ്റ് മെമ്പേഴ്സ്. ആ സ്വകാര്യ അംഗങ്ങളുടെ അവകാശത്തിൽപ്പെട്ട ബില്ല് സഭ ആരംഭിക്കുന്ന ദിവസം വളരെ സീരിയസ് ആയി ഒരു അംഗം ഒരു ബില്ല് 32 ബില്ല് കൊണ്ടുവന്നിട്ട് സന്ദീപ്, ഒന്നല്ല 32 ബില്ല് 21-ാം തീയതി അവതരിപ്പിക്കുന്നു. 9 അംഗങ്ങൾ 32 ബില്ലുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ബാക്കി BJP അംഗങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ തിടുക്കത്തിൽ പെരുവയിൽ ഈ പാർലമെന്റ് തുടങ്ങുന്ന ദിവസം തന്നെ 4-5 BJP അംഗങ്ങളും ഉണ്ട്. 32 ബില്ലുകൾ 9 പാർലമെന്റ് അംഗങ്ങൾ 21-ാം തീയതി ഉച്ചയ്ക്ക് 3:30 പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു പാർലമെന്റ് അംഗം പാർലമെന്റ് തുടങ്ങുന്ന ദിവസം തന്നെ അവരുടെ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ, താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണത്തിന് തയ്യാറെടുക്കുന്നവരെ അഭിനന്ദിക്കേണ്ടതിന് പകരം തിടുക്കത്തിൽ ധൃതി പിടിച്ച് പാർലമെന്റ് തുടങ്ങുന്ന ദിവസം തന്നെ നിയമനിർമ്മാണത്തിന് തയ്യാറാകുന്നു എന്ന് ചോദ്യം ചോദിച്ച അങ്ങ് ഏത് രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നത്? ഞങ്ങൾ 9 വരെ BJP-ക്കാരടക്കമുള്ള ആ ദിവസം തന്നെ ബില്ല് അവതരിപ്പിക്കാൻ കാണിച്ച ഞങ്ങളുടെ ആ ഒരു താല്പര്യത്തെ അഭിനന്ദിക്കുന്നതിന് പകരം നിങ്ങൾ ബില്ലിനെ എതിർത്തോ, ബില്ലിന്റെ ഉള്ളടക്കത്തെ ഓർത്തോ, ബില്ലിന്റെ സാങ്കേതികത്വത്തെ ഓർത്തോ. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും പാർലമെന്റ് അംഗങ്ങളെയും അവരുടെ പ്രവർത്തനത്തെയും നിങ്ങൾ ഈ രൂപത്തിൽ നിരാകരിക്കുന്ന ഒരു സമീപനം ഒരിക്കലും സ്വീകരിക്കരുത്. 1. പിന്നെ 2, നിങ്ങൾ സ്വകാര്യ ബില്ലിനെ സംബന്ധിച്ച് എത്ര ലാഘവത്തോടു കൂടിയാണ് കാണുന്നത്. 1950-ന് ശേഷമുള്ള ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ 14 ബില്ലുകൾ പാസ്സായി. അതിപ്പോ രാജ്യത്ത് നിയമമല്ലേ. ട്രാൻസ്ജെൻഡേഴ്സ് ബില്ല് പാസ്സായില്ല എന്ന് നിങ്ങൾ പറഞ്ഞത്. ട്രാൻസ്ജെൻഡർ ബില്ല് രാജ്യസഭ പാസ്സാക്കി. ശ്രീ അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ളവർ വോട്ടിങ്ങിലാണ് രാജ്യസഭയിൽ പാസ്സാക്കിയത് കഴിഞ്ഞ വർഷം. അതിനുശേഷം ലോക്സഭയിൽ വന്നു. ലോക്സഭയിൽ വന്നപ്പോൾ ഗവൺമെന്റ് ഒരു ബില്ലുമായി വന്നു, ഒരു ഒഫീഷ്യൽ ബില്ല് കൊണ്ടുവന്നു. ബില്ല് കൊണ്ടുവന്ന സമയത്ത് സ്വകാര്യ ബില്ല് പിൻവലിക്കേണ്ടയാള് JB പാണ്ഡ,
ബിജു ജനതാദളിന്റെ അംഗമായിരുന്നു ബില്ലിന്റെ അവതാരകൻ. അദ്ദേഹം രാജിവെച്ച് പോയതുകൊണ്ട് ആ ബില്ല് കില്ല് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുണ്ടാകുമായിരുന്നു. ഇതെല്ലാം അക്കാദമിക്കായി പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ഞാൻ വരാം. ഇപ്പോൾ നമ്മളോടൊപ്പം രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, ഈ ബില്ല് അവതരിപ്പിക്കുന്നു എന്നത് മാത്രമല്ല, അത് ആദ്യ സ്വകാര്യ ബില്ലായി അവതരിപ്പിക്കുന്നു NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രന് ഒരു ലൈക്ക് അടിക്കുന്നു ഈ ഘട്ടത്തിൽ. രാഹുൽ ഈശ്വർ, ശ്രീ NK പ്രേമചന്ദ്രന് അഭിനന്ദനമല്ല, ലൈക്കല്ല, ഒരു വിശ്വാസി എന്ന നിലയിൽ അദ്ദേഹത്തിന് പാദനമസ്കാരം ചെയ്യാൻ, അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് നന്ദി പറയാനാണ് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വിശ്വാസി എന്ന നിലയിൽ ഈ അവസരത്തിൽ എനിക്കും ഞങ്ങളെ പോലുള്ള ഒരുപാട് വിശ്വാസികൾക്കും തോന്നുന്നു. ഇതിന്റെ സാങ്കേതികത്വങ്ങൾ പലതും കാണാം. പക്ഷെ NK പ്രേമചന്ദ്രൻ ചെയ്ത കാര്യം കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ ഒരു കുളിർമ കൊണ്ടുവരുന്നതും വിശ്വാസം കൊണ്ടുവരുന്നതും മതസൗഹാർദ്ദവും എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ പിന്തുണയ്ക്കുന്ന ഒരു കാര്യവുമാണ്. എനിക്ക് പത്രങ്ങളിൽ വായിച്ചറിവേ ഉള്ളൂ, ശ്രീ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള വളരെ മുതിർന്ന നേതാക്കൾ ശ്രീ NK പ്രേമചന്ദ്രൻ അവരുടെ നീക്കത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് ഞാൻ മാതൃഭൂമിക്ക് ശ്രീ കുമ്മനം ചേട്ടൻ കൊടുത്ത വാർത്തയിൽ നിന്ന് മനസ്സിലായത്. ഈ അവസരത്തിൽ നമ്മൾ മലയാളികൾ തമിഴന്മാർ ജല്ലിക്കറ്റിൽ ഒരുമിച്ച് നിന്നതുപോലെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് ശ്രീ NK പ്രേമചന്ദ്രൻ സാറിനെ സപ്പോർട്ട് ചെയ്യണം. ശരിയാണ്, സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. സാങ്കേതികത്വപരമായി ചില ആൾക്കാർ തർക്കങ്ങൾ ഉന്നയിക്കാം. പക്ഷേ ഈ അവസരത്തിൽ ലോകസഭ, അതായത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ലോകസഭയിൽ ഇങ്ങനൊരു ബില്ല് വരുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ പോലും അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുമെന്നും ഒരുപക്ഷെ ഈ വിഷയം കുറെ കൂടെ പെട്ടെന്ന് റിസോൾവ് ചെയ്യാൻ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും, അതായത് റിസർവ് ചെയ്ത വെർഡിക്റ്റ് പെട്ടെന്ന് പറയാനടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഇതൊരു സ്വകാര്യ ബില്ലായാണ് വരുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികത്വമുണ്ട്. അത് ചെറിയ സാങ്കേതികത്വമല്ല, വളരെ ഗൗരവമുള്ള നിയമപ്രശ്നങ്ങൾ കൂടിയുണ്ട്. ശ്രീ NK പ്രേമചന്ദ്രൻ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അത്തരം ഒരു ചർച്ച നടന്നാൽ ആ ഘട്ടത്തിൽ അതിന് മറുപടി പറയാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു സഭയിൽ നടക്കുമ്പോൾ. പക്ഷേ ഇതൊരു സർക്കാർ ബില്ലായി വരിക, ഗവൺമെൻറ് ഒരു ബില്ല് കൊണ്ടുവരിക, അത് ചർച്ചയാവുക, അത് നിയമമാകുക, അതല്ലേ കുറെ കൂടി അഭികാമ്യം. ഇന്നിപ്പോൾ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അത് പറഞ്ഞു, മന്ത്രി AK ബാലൻ പറഞ്ഞു, ആ സമയത്ത് നമുക്ക് അഭിപ്രായം പറയാം, ഇത് സ്വകാര്യ ബില്ലല്ലേ, എന്താണ് ഈ ഘട്ടത്തിൽ അഭിപ്രായം പറയാനുള്ള പ്രസക്തി എന്ന്. ആ നിലയിൽ ഗൗരവമുള്ള, കുറെ കൂടി ഗൗരവത്തിൽ ഇതൊരു സർക്കാർ ബില്ലായി വരിക എന്നതല്ലേ കുറെ കൂടി അഭികാമ്യം. വിശ്വാസികൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അതല്ലേ കൂടുതൽ നിയമപരീക്ഷ നിങ്ങൾക്ക് ഉറപ്പുവരുത്തുക. സ്വകാര്യ ബില്ലായതുകൊണ്ട് സ്വാഭാവികമായും ഏത് ഘട്ടത്തിലും സർക്കാരിന്റെ പിന്തുണ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാമല്ലോ. അല്ല, ഒരു സംശയവുമില്ല. 330ഓളം സീറ്റുകൾ വിജയിച്ച് അല്ലെങ്കിൽ 350 സീറ്റുകളോളമുള്ള NDA ഒരു ബില്ല് കൊണ്ടുവരുന്നതാണ് നല്ലത്. ശ്രീ NK പ്രേമചന്ദ്രൻ സാറിന്റെ ബില്ലിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് പൂജനീയ സർസംഘ് ചാലക് ജി, മോഹൻ ഭഗവത് ജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ഉറപ്പു തന്നൊരു വിഷയമാണ്. അവർക്കടക്കം ഈ ബില്ലിന്റെ നല്ല വശങ്ങളെ എടുത്തുകൊണ്ട് അമേരിക്കയിലൊക്കെ ബൈ പാർട്ടിസൺ എന്ന് പറയും, രണ്ട് കക്ഷികളും ഒരുമിച്ച് നിന്ന് അല്ലെങ്കിൽ വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ളവർ ഒരുമിച്ച് നിന്ന് ഒരു വിഷയത്തിൽ പൊതു നിലപാടെടുക്കുന്ന ഒരു സമീപനം വരികയാണ് ഇതിൽ ഏറ്റവും നല്ലത്. അതിന് ഒരു തുടക്കമാകട്ടെ. അങ്ങ് ഒരു കാര്യം കൂടി അറിയണം, കഴിഞ്ഞ 130ലധികം ദിവസങ്ങളായി കോടതി വിധി റിസർവ് ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളായിട്ടാണ് ഇത്രയും അധികം കാലം ഒരു വിധി പറയാൻ ഇത്രയും പ്രധാനപ്പെട്ട കേസിൽ മാറ്റിവെക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി പല കാരണങ്ങളാലാകാം, നമുക്ക് സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല, പക്ഷെ പല കാരണങ്ങളാൽ ഇത്രയും കാല വിളംബം ഉണ്ടാകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു നീക്കം, ഒരു ഇനീഷ്യേറ്റീവ് അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. താങ്ക് യു രാഹുൽ ഈശ്വർ. നിരവധി ആളുകൾ ഈ വിഷയത്തോട് നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. NK പ്രേമചന്ദ്രൻ അങ്ങ് തുടരുന്നു എന്ന് കരുതുന്നു. ഞങ്ങൾക്കറിയാം മറ്റൊരു മാധ്യമത്തിന്റെ പരിപാടിയിൽ അങ്ങേക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. അങ്ങ് പോകുന്നതിന് മുൻപ്, നിലവിൽ അങ്ങ് ഈ ബിൽ അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലുള്ള 19 MP-മാരുടെയും പിന്തുണ അങ്ങേക്കുണ്ട്. ആരിഫ് താങ്കളോട് എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? ആരിഫ് CPM എടുക്കുന്ന നിലപാടിന് അനുരോധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു സംശയമുണ്ട് ആ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നില്ല CPM ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ ബില്ല് അവതരിപ്പിച്ചത് മനുവാദി ബില്ലാണെന്നും സ്ത്രീ വിരുദ്ധ ബില്ലാണെന്നും ആനി രാജയുടെ സ്റ്റേറ്റ്മെന്റ് വന്നതായിട്ട് ഞാൻ കേട്ടു. അതെ, ഇത് സ്ത്രീ വിരുദ്ധ ബില്ലല്ല, സ്ത്രീ പുരുഷ സമത്വത്തിനെതിരല്ല, വിശ്വാസപരമായിട്ടുള്ള ഒരു ആചാരം പരിരക്ഷിക്കണമെന്നുള്ള കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ, കേരളത്തിൽ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തുമുള്ള വിശ്വാസ സമൂഹത്തിന്റെ ഒരു പൊതു ആവശ്യമാണ്. മാത്രവുമല്ല, ശബരിമല ദേശീയ തലത്തിൽ ഒരു മതേതര മനോഭാവം പുലർത്തുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ്. കേരളത്തിന്റെ ഒരു സെക്യുലർ ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതേതര കേന്ദ്രമാണ്. അവിടെ സംഘർഷഭരിതമാകുന്ന നിലയിലേക്ക് വിശ്വാസ സമൂഹത്തിന്റെ വികാരം വ്രണപ്പെടുമ്പോൾ അവിടുത്തെ പൊതുസമൂഹത്തിന്റെ താല്പര്യം ഉയർത്തിക്കൊണ്ടാണ്. അല്ലാതെ ഇത് ഒരു സ്ത്രീ വിരുദ്ധതയുമല്ല. NK പ്രേമചന്ദ്രൻ,
ഒരു സാമൂഹ്യ മാധ്യമത്തിൽ കണ്ട പ്രതികരണം, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന NK പ്രേമചന്ദ്രൻ യഥാസ്ഥിതി നിലനിർത്താൻ ആവശ്യപ്പെടുന്ന ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിൽ സാങ്കേതികമായും സൈദ്ധാന്തികമായും ഒരു വൈരുദ്ധ്യമുണ്ടെന്നാണ്. ഞങ്ങൾ 1960 തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ആദ്യമായി സംഘടിപ്പിച്ചത് RSP ആണ്. ക്ഷേത്രത്തിൽ പൂണൂലിട്ട ക്ഷേത്ര ബ്രാഹ്മണരും അതുപോലെ ശാന്തിക്കാരും മേൽശാന്തിയും കീഴ്ശാന്തിയും അടിച്ചുതള്ളിക്കാരും ഉൾപ്പെടെയുള്ളവരെ സംഘടിപ്പിച്ചുകൊണ്ട് ആദ്യമായി ചുവന്ന കൊടിയുടെ കീഴിൽ വിശ്വാസ സമൂഹത്തെ അണിനിരത്തിക്കൊണ്ട് ഉജ്ജ്വലമായ തൊഴിലാളി മുന്നേറ്റം നടത്തി അല്ലെങ്കിൽ ജീവനക്കാരുടെ മുന്നേറ്റം നടത്തിയ ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. പക്ഷേ യുവതികൾ കയറരുത് എന്ന് പറയുന്ന ഒരു ബില്ലാണ് താങ്കൾ അവതരിപ്പിക്കാൻ പോകുന്നത്. യുവതികൾ കയറരുത് എന്നുള്ളതല്ല, അവിടുത്തെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം. അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വിശ്വാസ സമൂഹത്തെ അല്ലെങ്കിൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം അവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള നിലപാട്. അല്ലാതെ ശ്രീ NK പ്രേമചന്ദ്രൻ, ഒരു കാര്യം കൂടി, താങ്കൾക്ക് തിരക്കുണ്ടെന്നറിയാം, എങ്കിലും ഒരു കാര്യം കൂടി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യ സെഷൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ബില്ലായി താങ്കൾ ഇത് അവതരിപ്പിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ കേരളത്തിലെ വലിയ വിജയത്തിന് ഏറ്റവും പ്രധാനം ശബരിമലയായിരുന്നു എന്നതുകൊണ്ട് ആ വിഷയം ആദ്യം ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പ്രാധാന്യം താങ്കൾക്ക് അതിനുണ്ടായിരുന്നുവോ? ഇത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചു എന്നതാണോ, അതോ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു ഘടകത്തോടുള്ള അതിന് മറുപടി നൽകുന്നു, അതിനോട് ആ നിലയിൽ പ്രതികരിക്കുന്നു, അങ്ങനെയാണോ അതിനെ നമ്മൾ കാണേണ്ടത്? അല്ല ഗോപി, തെരഞ്ഞെടുപ്പിന് മുമ്പ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശൂന്യവേളയിൽ ഞാൻ സബ്മിഷൻ നടത്തിയാണ് പാർലമെന്റിൽ, രേഖ റെക്കോർഡിലുള്ളതാണ്. അതുകൊണ്ടാണ് എന്നെ സംഖ്യവൽക്കരിച്ചത് തന്നെ. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ശബരിമല വിശ്വാസപരമായിട്ടുള്ള വിഷയം സങ്കീർണമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ പ്രശ്നത്തിന് താൽക്കാലികമായിട്ടെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് പാർലമെന്റിൽ ഫ്ലോറിൽ സബ്മിഷൻ ഉന്നയിച്ചയാളാണ് ഞാൻ. ആരും ശ്രദ്ധിച്ചില്ല. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നെ സംഖ്യയായി ചിത്രീകരിച്ചത്. ശ്രീ പ്രേമചന്ദ്രൻ, ഒരു നിമിഷം തുടരണം. ഇപ്പോൾ ബിന്ദു അമ്മിണി കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കുന്നുണ്ട്. ബിന്ദു അമ്മിണി, NK പ്രേമചന്ദ്രൻ സ്വകാര്യ ബിൽ അവതരിപ്പിക്കുകയാണ്. ശബരിമല ശ്രീധർമ്മശാസ്ത്ര ടെമ്പിൾ സ്പെഷ്യൽ പ്രൊവിഷൻസ് ബിൽ 2019. യുവതികൾക്ക് പ്രവേശനം അനുവദിക്കില്ല. 2018 സെപ്റ്റംബർ 1-ാം തീയതിയുള്ള അതേ സ്ഥിതി തന്നെ തുടരണമെന്നാണ് പ്രതികരണം. എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഇത് നമ്മളെ ഒരു ഗിമ്മിക്സ് ആണ്, ഇവിടെ ഒരു ഗെയിമാണ് ഇപ്പൊ ഇവര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് NK പ്രേമചന്ദ്രനും അവര് റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിക്കും ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് അറിയാം ഇത് നിലനിൽക്കില്ല എന്നുള്ളത് അറിയാം. കാരണം ഇത് ആർട്ടിക്കിൾ 14 വയലേഷൻ ആണ്. തുല്യതയുടെ വയലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നിയമം നിലനിൽക്കില്ല. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 14 തന്നെ അത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റില്ല, ബേസിക് സ്ട്രക്ചർ ആണ്. അപ്പൊ ഇത് വളരെ കുറച്ച്, ഇനി അഥവാ ഈ ബില്ല് പാസ്സാക്കിയാൽ പോലും വളരെ കുറച്ച് കാലം മാത്രമേ ഇത് നിൽക്കുള്ളൂ. ഒരു ജുഡീഷ്യൽ റിവ്യൂ വരുന്നിടം വരെയുള്ള ഒരു ചെറിയൊരു ലൈഫ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവർ കൃത്യമായിട്ട് ഇതിന്റെ ഇപ്പൊ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള UDF-ന് കിട്ടിയിട്ടുള്ള ആ ഒരു അപ്രതീക്ഷിത നേട്ടം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇപ്പൊ വിശ്വാസി സമൂഹത്തെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അതിന്റെ നേട്ടം കൂടുതൽ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാഹചര്യത്തെ അവർക്ക് അനുകൂലമായ രീതിയിൽ വളരെ പെട്ടെന്ന് ശ്രീ NK പ്രേമചന്ദ്രൻ അതിനൊരു മറുപടി കൂടി, അങ്ങേക്ക് തിരക്കുണ്ടെന്നറിയാം. ഇല്ല, ഞാൻ വളരെ വിനയത്തോടു കൂടി മാഡത്തെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ഒരു കൂടിയാലോചനയും ഗൂഢാലോചനയും ഇല്ല. എന്റെ ഒരു ലെജിസ്ലേറ്റീവ് ക്യൂരിയോസിറ്റിയാണ് ഈ കാര്യത്തിൽ. കാരണം ഞാനതാണ് ഞാൻ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചതാണ് 2 വട്ടം. KC വേണുഗോപാൽ പാർലമെന്റിൽ ഉന്നയിച്ചതാണ്. ഞങ്ങൾ പാർലമെന്റിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ UDF പാർലമെന്റ് അംഗങ്ങൾ ഈ കാര്യത്തിൽ പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധ സമരം നടത്തിയതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ന്റെ സംസ്ഥാന സമിതി കൂടി ആലോചിച്ചപ്പോൾ UDF 2021 കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം എന്ന നിലയിൽ നിയമനിർമ്മാണം നടത്തുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. നേരത്തെ തന്നെ UDF സംസ്ഥാന സമിതി ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തീരുമാനിച്ചതാണ് കേന്ദ്രം നിയമനിർമ്മാണത്തിൽ ഏർപ്പെടണമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് ഒരു ഗൂഢാലോചനയും ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ടാക്ടിക്സോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമല്ല. എന്റെ ലെജിസ്ലേറ്റീവ് ക്യൂരിയോസിറ്റിയാണ്, അക്കാദമിക് ക്യൂരിയോസിറ്റിയാണ്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ പ്രധാനപ്പെട്ട വിഷയം വിശ്വാസ സമൂഹത്തിന്റെ താല്പര്യങ്ങൾ പൊതുവായി സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവിടെ ജെൻഡർ ജസ്റ്റിസിന്റെ പ്രശ്നമോ സവർണ അവർണ വിഭാഗീയതയോ ശബരിമലയിൽ കൊണ്ടുവരുന്നത് ബോധപൂർവമായി ചില രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവിടെ ഒരു സവർണ അവർണ വിഭാഗീയതയുമില്ല. പലപ്പോഴും നവോത്ഥാനത്തിന്റെ പേരിൽ സവർണരെന്നും അവർണരെന്നും കേരള സമൂഹത്തെ വിഭാഗീകരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പരിശ്രമിച്ചതാണ് ഈ പ്രശ്നത്തെ ഇത്രയും സങ്കീർണമാക്കാൻ ഇടയായത്. അതിലൊരു ഉത്തരവാദിത്വവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വളരെ വ്യക്തമായ സ്റ്റാൻഡ്
UDF ഈ കാര്യത്തിലുണ്ട്, വിശ്വാസ സമൂഹത്തോടൊപ്പമാണ്. ആ സമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപദ്രവകരമല്ലാത്ത വിശ്വാസങ്ങളും, ഇത് സമൂഹത്തിന് ഉപദ്രവകരമല്ലാത്ത വിശ്വാസങ്ങളും സമൂഹത്തിന് ഉപദ്രവകരമല്ലാത്ത ആചാരങ്ങളും അനുഷ്ഠിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്ക് അനുവദിച്ചു കൊടുക്കണമെന്ന വ്യക്തമായ നിലപാടാണ് UDF സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിന് ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ എന്റെ പരിമിതമായിട്ടുള്ള ഒരു താല്പര്യം അതിന് വിനിയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ താല്പര്യവും ഒരു സങ്കുചിതത്വവും ഈ പ്രശ്നത്തിലില്ല. ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നന്ദി ശ്രീ NK പ്രേമചന്ദ്രൻ നമ്മളോടൊപ്പം പ്രതികരിച്ചതിന്. ഈ ഘട്ടത്തിൽ ഇനി നിരവധി ആളുകൾ നമ്മളോടൊപ്പം NK പ്രേമചന്ദ്രൻ കൊണ്ടുവരാൻ പോകുന്ന ഈ സ്വകാര്യ ബില്ലിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ബിന്ദു അമ്മണി ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. CPM പ്രതിനിധി ചിത്രരഞ്ജൻ അല്പസമയത്തിനകം നമുക്കൊപ്പം തരും. BJP പ്രതിനിധി സന്ദീപ് വചസ്പതിയുണ്ട്. സുനിൽ പീളയുടെ അടക്കമുള്ളവരെയും നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു വരാം. വിജയകുമാർ, നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ ശബരിമലയിലെ സ്ഥിതി അതേപടി തുടരണം, തൽസ്ഥിതി തുടരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്വകാര്യ ബില്ലിനെ BJP പ്രത്യക്ഷത്തിൽ തന്നെ പിന്തുണയ്ക്കുമോ, CPM പിന്തുണയ്ക്കാതെ വീണ്ടും വെട്ടിലാകുമോ എന്നുള്ളതാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ. This is 24. വാരിയർ സിൽക്ക് ഷർട്ട്സ് എൻകൗണ്ടർ സമർപ്പിക്കുന്നത് വാരിയർ